കേരളം ഒറ്റ മനസ്സോടെ പോരാടേണ്ടത് എന്തിനെതിരെ എന്ന ചോദ്യത്തിന് മനസാക്ഷിയിൽ തൊട്ട് മറുപടി പറയാൻ മലയാളിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ലഹരിക്കെതിരെ എന്നുള്ളതാണ്. വളരുന്ന തലമുറയ്ക്ക് മുന്നിൽ, ഭാവിക്ക് മുന്നിൽ ഭീഷണിയായി നിൽക്കുന്ന ലഹരിയുടെ വേര് അറുത്തു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കേരളത്തിന് കൈവന്നിരിക്കുന്നത് ഏറെക്കുറെ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. പോയ 8 ദിവസത്തിനകം കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് എക്സൈസ് വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയതെന്ന് ഞെട്ടിക്കുന്ന വിവരം. എത്രത്തോളം ആഴത്തിലാണ് സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും കൗമാരക്കാർക്കിടയിലും അടക്കം ലഹരിയുടെ ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒന്നാണ്. നമ്മൾ കളമശ്ശേരി പോളിടെക്നിക് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്ന് ഇന്നലെ വലിയ തോതിൽ ലഹരി മരുന്ന് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്നലെ ചർച്ച ചെയ്തു. ഇന്നതിൻ്റെ സാമൂഹ്യമായ ഒരു ഇമ്പാക്റ്റ് എന്താണ്, എങ്ങനെയാണ് നമുക്കതിനെ ചെറുക്കാൻ കഴിയുന്നത്, ആ ഒരൊറ്റ വിഷയത്തിലൂന്നി മാത്രമല്ല, നമ്മുടെ മുന്നിൽ വലിയ കണക്കുകളുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ഗൗരവത്തോടെ ആ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു ദിവസമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ എൻ നൗഫൽ, അദ്ദേഹം അധ്യാപകനാണ്. ശ്രീ സക്കറിയ ജോർജ്, റിട്ടയർഡ് SP. ശ്രീമതി മിലു മരിയ ആൻഡ്രോ, സൈക്കോളജിസ്റ്റാണ്. ശ്രീ ചിറക്കര മധു, അസിസ്റ്റന്റ് കമ്മീഷണർ എക്സൈസ്, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എക്സൈസ്. ശ്രീ ദാമോദർ പ്രസാദ്, വിദ്യാഭ്യാസ വിദഗ്ധനാണ്. ശ്രീ ഫിബ ഷെറിൻ, പ്രോവിഡൻസ് കോളേജിലെ വൈസ് ചെയർമാനാണ്. ഇത്രയും വിപുലമായ ഒരു പാനലാണ് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത്. ആദ്യം ശ്രീമതി മിലു മരിയ ആൻഡ്രോ, നമുക്ക് അങ്ങ് സൈക്കോളജിസ്റ്റാണ്, അധ്യാപികയുമാണ്. വിദ്യാർത്ഥികളെ നിരന്തരം കാണുന്നുണ്ട്, അവരോടൊപ്പം പെരുമാറുന്നുണ്ട്, അവരെ അറിയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ മനോവിചാരങ്ങളെ കൃത്യമായി ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കൂടി കാണാനും കഴിയുന്ന ഒന്നാണ്. ഇതിപ്പോൾ ആവർത്തിച്ചുള്ള വാർത്തകളാണ് അല്ലേ? ഇത് ആദ്യമായാണ് നമ്മൾ ചർച്ചയിലിരിക്കുന്നതെങ്കിലും സമാനമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൗമാരത്തിനുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ആക്രമണോത്സുകത, കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് വരുന്നതിനിടയിലാണ് അതിനൊക്കെ കാരണം ലഹരിയാകുന്നുണ്ടോ എന്നൊരു ചിന്ത പലപ്പോഴും പല കാര്യങ്ങളായി നമ്മളിലേക്ക് തേടി വരുമ്പോഴുമാണ് ഇന്നലെ നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ ഒരു ക്യാമ്പസിൽ നിന്ന് വലിയ തോതിലുള്ള ലഹരി വേട്ടയുണ്ടാകുന്നത്. ഇതൊരു പുതിയ വഴിയാണ്. ഇത്രമേൽ കെമിക്കൽ ഡ്രഗ്സ് അടക്കം നമ്മുടെ കൗമാരത്തിൽ വിദ്യാർത്ഥികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിൽ അതിനെ നേരിടാൻ നമ്മളൊരു പുതിയ വഴി കണ്ടെത്തണം. നമ്മുടെ നിയമമോ നമ്മുടെ മാനസികാരോഗ്യം സംബന്ധിച്ച ചർച്ചകളോ ഒന്നും ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മളൊരു പുതിയ വഴി കണ്ടെത്തണം. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നത്? നമ്മൾ ഇപ്പം ദിവസങ്ങളായിട്ട് നമ്മളിപ്പം വളരെ എല്ലാവരും അലേർട്ടാണ്. കാരണം ലഹരിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിക്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും ഇപ്പം നിരന്തരമായിട്ട് ചർച്ചയിലാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഇത്തരം വിഷയങ്ങളോട് പൊരുതാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അടുത്തിടെ ഇത് വളരെ രൂക്ഷമായതുകൊണ്ട് തന്നെ വേറിട്ട വഴികൾ അവലംബിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഇവിടെ കൂട്ടായ ശ്രമകരമായിട്ടുള്ള ഒരു സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ലഹരിക്കെതിരായി ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം അവലംബിക്കാനായിട്ട് പറ്റുള്ളൂ. കോളേജ് ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ചെറിയ കുട്ടികളെ എല്ലാവരെയും നോട്ടമിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഓരോ റീജിയനിലുമുള്ള പ്രമുഖരായ വ്യക്തികൾ, സാധാരണക്കാരായ ജനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് വിദഗ്ധർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഇത് ഒരു ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പോലീസുകാർ കണ്ടുപിടിച്ചോളും, എക്സൈസിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ കണ്ടുപിടിച്ചോളും എന്ന് കരുതി നമുക്ക് തലയുരാൻ പറ്റുന്ന കാലഘട്ടമല്ല. വേറിട്ട വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ കോളേജുകളിലോ വിദ്യാലയങ്ങളിലോ ഒക്കെയുള്ള കേസുകൾ, ഇതുപോലുള്ള കേസുകൾ മാതാപിതാക്കളോടൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, അതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോഴും, ശ്രീമതി മിലു മരിയ ആൻഡ്രോ, കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കണ്ടു, ഒന്ന് സംശയിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വളരെ നിരുപദ്രവകരമായോ അല്ലെങ്കിൽ ഒരു നല്ലത് ഉദ്ദേശിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് നിർബന്ധ ബുദ്ധിയോടെ അതിനെ എതിർക്കാനുള്ളൊരു ശ്രമമാണ് കൂടുതലും സിംഹഭാഗവും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളത്. ഇതൊരു വിശ്വാസമാണല്ലേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയല്ല വളർത്തുന്നത്, അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് പെരുമാറുന്നത് ആ രീതിയിലല്ല എന്നൊരു കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇതിപ്പോൾ മദ്യപാനം പോലെയോ സിഗരറ്റ് പോലെയോ നമുക്ക് കാണാൻ കഴിയുന്നൊന്നല്ല, അനുഭവിക്കാൻ കഴിയുന്നൊന്നല്ല, തിരിച്ചറിയാൻ കഴിയുന്നൊന്നല്ല. ഓൾ ഓഫ് എ സഡൻ ആണ് ഒരു പെട്ടെന്നൊരു വലിയ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു വലിയ അക്രമ സംഭവം ഇതിലൊക്കെ ഉൾപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളും അത് ആദ്യമായി തിരിച്ചറിയുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും ഒരു പക്ഷെ കൈവിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിനെതിരെ ഒരു ജാഗ്രത എങ്ങനെയുണ്ടാവും?
മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ വിദ്യാലയങ്ങളിലോ ഒക്കെ അവയർനെസ് പ്രോഗ്രാമുകൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പല മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മക്കൾ അത് ചെയ്യില്ല എന്നുള്ളത്. വീടുകളിൽ ഇതിന് ഒരു സംരക്ഷണം അല്ലെങ്കിൽ വീടുകളിൽ തുറന്ന കണ്ണുകളോടെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയകരമായിട്ടുള്ള ഒരു ഉത്തരമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം അവർ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ സഡൻ, നേരത്തെ പറഞ്ഞ പോലെ വളരെ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത് സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമാണ്. കേരളത്തിലെ യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, അവരുടെ തിരിച്ചറിവുകളെ, ബുദ്ധിയെ, തലച്ചോറിനെ കയ്യിലാക്കണമെന്നും അത് നശിപ്പിച്ച് കളയണമെന്നുള്ള ഒരു ശരിയായ ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു അറ്റംപ്റ്റ് പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ശ്രീ സക്കറിയ ജോർജ്, അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു 2 കിലോ കഞ്ചാവ് ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ, ഒന്ന്, ആ ലഹരി അവിടെ എത്തുന്നത് കൊണ്ട് അതിനിരയാകുന്ന കുഞ്ഞുങ്ങൾ, മറ്റൊന്ന് അത് വാങ്ങാൻ അവിടെ ആളുണ്ട് എന്നതുകൊണ്ട് അവരെ തേടിയെത്തുന്ന ലഹരി. ഈ 2 വഴികളുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എക്സൈസ് മന്ത്രി തന്നെ അതിന്റെ 2 തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു തലമുറയെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കൃത്യമായ ഒരു അറ്റംപ്റ്റ്, ബോധപൂർവമായ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് ഈ മാഫിയ എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് പ്രാഥമികമായി നമ്മുടെ നിയമ സംവിധാനത്തിനാണ്. അതിനെ എങ്ങനെ ചെറുക്കും? കാരണം ഇത്രയും കാലം ഉള്ളതുപോലെയല്ല, കണ്ണും കാതും തുറന്നൊരു സംവിധാനം ആകെ കാത്തിരുന്നിട്ടും ഒരു ഹോസ്റ്റലിന്റെ മുറിയിലേക്ക് പോലും ഇത് എത്തിച്ചേരാൻ കഴിയുന്ന, എത്തിച്ച് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം മറുവശത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രീ സക്കറിയ, കേൾക്കാമോ? ഇവിടെ നടക്കുന്ന ഇഷ്യൂസൊക്കെ ഓവർനൈറ്റ് ഒറ്റ ദിവസം രാത്രി കൊണ്ടുണ്ടായ സംഭവങ്ങളല്ല. വർഷങ്ങളായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തടയേണ്ടത് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസാണ് പ്രധാനമായിട്ടും. കാരണം നിയമം അവർക്ക് വളരെയധികം അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും പൊതുസമൂഹത്തിലെ സോഷ്യൽ വർക്കേഴ്സും ടീച്ചേഴ്സും പിന്നെ റിലീജിയസ് ലീഡേഴ്സും എല്ലാവരും ഇത് നോക്കേണ്ടതായിരുന്നു. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കമാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ റെയ്ഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടു, അത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ നോൺ അവൈലബിലിറ്റി. ഇത് ഓൾമോസ്റ്റ് സൂപ്പർ സാച്ചുറേറ്റഡ് ആയി. അതുപോലെ മിക്കവരും ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു വിഡ്രോവൽ സിംറ്റം ഇഷ്യൂ ഉണ്ടാകാം. ഇതിൻ്റെ നോൺ അവൈലബിലിറ്റി പിടിക്കുന്നു, ഇനി കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ആകെപ്പാടെ ഇഷ്യൂ ഉണ്ടാകും. ഇത് കഴിച്ചാലും പ്രശ്നമാണ്. ആൽക്കഹോൾ മാതിരി പീപ്പിൾ കനോട്ട് ലീവ് വിത്ത് ആൽക്കഹോൾ ആൻഡ് ദേ ക്യാൻ ഓൾസോ ലീവ് വിത്ത് ആൽക്കഹോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദേ ക്യാൻ ലീവ് വിത്ത് ആൽക്കഹോൾ, കാരണം അവർക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കുടിച്ച് ആൾക്കാരങ്ങനെ സ്പോയിൽഡായി പോകുന്ന പോലെ തന്നെ ഡ്രഗ് ഉപയോഗിച്ച ആൾക്കാരിൽ ഇന്ന് ഒരു വ്യത്യസ്ത ചിന്തയും ആരോഗ്യനിലയും മാനസിക നിലയുമാണ്. അപ്പോൾ അവർക്ക് ഇത് അവൈലബിലിറ്റി ഇല്ല വരുമ്പോൾ അവർ വയലൻ്റ് ആകും. നമ്മൾ പല വയലൻ്റ് ക്രൈംസിന് പുറകിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡ്രഗ് ഉപയോഗിച്ചവർക്ക് ഡ്രഗ് കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ അവരിൽ പെക്യൂലിയർ ബിഹേവിയർ ഉണ്ടാകും. അവർക്ക് ദേഷ്യവും ആങ്കർ മാനേജ്മെൻ്റ് ഒന്നും നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ നല്ല അക്കാഡമിക് സെൻറ്റേഴ്സിലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ നോൺ അവൈലബിലിറ്റി കൊണ്ട് അവർ വയലൻ്റ് ആകുകയും വയലൻ്റ് ഹീനസ് ക്രൈംസിലേക്ക് അവർ വരും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് കേരളത്തിലുണ്ടായത് 56ഓളം കൊലപാതകങ്ങളാണ്. അപ്പോൾ ഇത്രയും കൊലപാതകങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റുള്ള വയലൻസും വരുന്നത് പൊതുവെ ഡ്രഗ് അഡിക്ട്സാണ്. നേരത്തെ ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ആക്സിഡൻസും ഉണ്ടായിക്കൊണ്ടിരുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ മദ്യവും ലഹരിയുടെ അവൈലബിലിറ്റി വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മുടെ യുവതലമുറ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇപ്പോൾ അവർക്ക് ആദ്യമേ സിഗരറ്റും അതുപോലുള്ള പ്രിപ്പറേഷൻസ്, ടൊബാക്കോ ആൻഡ് അതർ പ്രിപ്പറേഷൻസ് അവർ ഉപയോഗിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എഫക്റ്റ് ഇല്ല, അപ്പോൾ അവർ മദ്യത്തിലേക്ക് പോകും. മദ്യം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഡ്രഗിലേക്ക് പോകും.
ആദ്യമേ നാർക്കോട്ടിക് ഡ്രഗിലേക്ക് നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലേക്ക് പോകും. പിന്നെ അത് ഇതൊക്കെ നമ്മൾ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ കണ്ട ഒരു സമയമുണ്ട് ശ്രീ സക്രിയ ജോർജ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാന ശീലം പോലും ഇല്ലാത്ത കുട്ടികളാണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ ഒരു സാഹസിക ബുദ്ധി കൊണ്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം ഇത് വലിയ ഊർജം കിട്ടുന്നു, അതിൽ ഒരു ഉന്മാദം കണ്ടെത്തുന്നു, പിന്നീട് അതൊരു ശീലമായി മാറുന്നു. അവനവന്റെ നില, ബുദ്ധി എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് അത്. പക്ഷെ അവനവന് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതൊരു ഊർജം നൽകുന്ന ഒന്ന്, ഒരു സന്തോഷം നൽകുന്ന ഒന്ന് എന്ന നിലയ്ക്ക് മാത്രം കാണുന്ന ആർക്കും മനസ്സിലാകുന്നില്ല, അവനവന് പോലും മനസ്സിലാകുന്നില്ല എന്ന നിലയ്ക്കാണ്. നമ്മൾ സിഗരറ്റിൽ നിന്ന് തുടങ്ങി മദ്യം നോക്കി, കഞ്ചാവ് നോക്കി, പിന്നെ അങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഇപ്പോഴിവർ സമീപിക്കുന്നത്. നമ്മുടെ പല തിയറികളും അങ്ങനെ തന്നെ ഫലവത്തായതല്ല നിലവിൽ. ഒരു 10 വർഷം മുമ്പ് നമ്മൾ സ്നേക്ക് വെനം പിടിച്ചിരുന്നു. കുട്ടികൾ പിന്നെ പാമ്പിൻ്റെ വിഷം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം കോക്ടെയിലായിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് വരുന്നില്ലെങ്കിൽ അവർ പാമ്പ് വിഷം ഉപയോഗിക്കുന്നു, നാക്കിലിൻ്റെ അടിയിൽ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു എന്നെല്ലാം പേപ്പറിലെല്ലാം വന്നതാണ്. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഓരോരുത്തരുടെ തോളിലോട്ട് റെസ്പോൺസിബിലിറ്റി വെക്കാതെ നമ്മൾ ഈ റിയാലിറ്റി റിയലൈസ് ചെയ്യുക. ഇതൊരു സോഷ്യൽ ഈവിളാണ്. അത് ഏറെക്കുറെ നമ്മുടെ സമൂഹത്തെ വളരെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. ഇതിനുള്ള വേ ഔട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിനൊരു റെമഡിയില്ല. ഇതിന് റെമഡിയൽ മെഷർ വേണം. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഹെൽത്ത് കെയർ ഉണ്ടാക്കണം, അവർക്ക് ജീവിതത്തിൽ ഒരു വിഷൻ ഉണ്ടാക്കണം. ലൈഫ് വിഷൻ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൻ്റെ മിഷൻ എന്താണ്? ഇതുപോലെ ഉള്ള ഓരോ സബ്സ്റ്റൻസിനെ അടിമയായിട്ട് സ്വന്തം ആരോഗ്യവും ജീവിതവും കരിയറും നശിപ്പിച്ച് കളഞ്ഞിട്ട് പോകുമ്പം നിങ്ങൾക്കുണ്ടാകുന്ന ലൈഫിലെ ലോസിനെ പറ്റി അവരെ ബോധ്യപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഇനി ഉടനടി മാധ്യമങ്ങൾക്ക് റോളുണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, നമ്മുടെ സോഷ്യൽ ലീഡേഴ്സിനുണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പതുക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റം കൊണ്ടുണ്ടാകാവുന്ന ചലഞ്ചസ് നമ്മൾ ഫോർസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവരുണ്ടാക്കാവുന്ന ഇഷ്യൂസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ലെങ്കിൽ പലപ്പോഴും പാവപ്പെട്ട ഇരകളെയാണ് അവർ വേട്ടയാടുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ മധു ചിറക്കര, ഇപ്പം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 8 ദിവസത്തിനുള്ളിൽ മാത്രം 10,3500 റെയ്ഡ് സംസ്ഥാനത്ത് നടന്നു. ഏതാണ്ട് 1.9 crore അത്രയും മൂല്യമുള്ള കഞ്ചാവ് അടക്കമുള്ള ലഹരി മരുന്നുകൾ സംസ്ഥാനത്ത് നിന്ന് വ്യാപകമായി പിടിച്ചെടുത്തു. നമ്മുടെ സകല സാമൂഹ്യ പരിസരങ്ങളിൽ നിന്നുമാണ്. നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിപ്പോകുന്ന പലയിടങ്ങളിൽ നിന്നുമാണ്. ബസ് സ്റ്റാൻഡുകളിൽ നിന്ന്, കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന്, ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പല ഇടങ്ങളിൽ നിന്നും, പൊതുവിടങ്ങളിൽ നിന്നും ഒക്കെയാണ് ഇത്തരത്തിൽ മയക്കുമരുന്നും മറ്റ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാലും ഇത്രത്തോളം ഇറങ്ങി ലയിച്ചു പോയ, ഇത്രത്തോളം വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വന്ന ഒരു വലിയ മാഫിയാണ് നമുക്ക് എതിർത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇതൊരു വലിയ എഫേർട്ടാണ്, നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ സംവിധാനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഊർജിതമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതിനൊരു കണ്ടിന്യൂറ്റി വേണം. ഗുഡ് ഈവനിങ്, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. നമ്മള് SP സാർ പറഞ്ഞതുപോലെ അതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് തുടർച്ച വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികളെ, ഉപയോഗിക്കാതിരിക്കുന്ന കുട്ടികളെ, ഈ 2 ഗ്രൂപ്പുകളെ നമ്മൾ മനസ്സിലാക്കണം. 2 ഗ്രൂപ്പുകൾ. ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ അതിന് അടിമപ്പെട്ടവരാണ്. അവരെ നമ്മൾ ചികിത്സയ്ക്ക് വിധേയമാക്കണം. അതിന് സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ടൈംലി ആയിട്ട് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പോക്കല്ല. ഇത് വളരെ പെട്ടെന്ന് മയക്കുമരുന്നിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്ന എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി അതിനെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ എന്തുകൊണ്ട് പോകുന്നു എന്ന് രക്ഷിതാക്കൾ, അധ്യാപകർ,
സ്പോർട്സ് ഏജൻസികൾ, സൈക്കോളജിസ്റ്റുകൾ, ബാക്കിയെല്ലാം മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത് മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് തെറ്റിദ്ധാരണ കൊണ്ടാണ് കുട്ടികൾ പോകുന്നത്. എന്താണ് തെറ്റിദ്ധാരണ? ഒരു ഒറ്റ കാര്യം പറയാം. സ്റ്റാമിന കൂട്ടുന്ന വസ്തുക്കളാണ് രാസലഹരികൾ എന്ന് പ്രചരിപ്പിക്കുന്നു, വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. സ്റ്റാമിന കൂട്ടും, നിന്റെ സ്റ്റാമിന കൂടും, നിനക്ക് കൂടുതൽ കളിക്കാൻ പറ്റും, നിനക്ക് കൂടുതൽ തുള്ളാൻ പറ്റും, കൂടുതൽ ഡാൻസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നിന്റെ സ്റ്റാമിന വർദ്ധിപ്പിക്കാം എന്നുള്ള പരമമായ തെറ്റിദ്ധാരണ കുട്ടികൾ എത്തിച്ചിട്ടാണ് ഈ നെറ്റ്വർക്ക്, മയക്കുമരുന്ന് വിൽപ്പനക്കാരായ നെറ്റ്വർക്ക് കുട്ടികളെ കുരുക്കുന്നത് ഈ തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഈ തെറ്റിദ്ധാരണ ആണ്, ഇത് തെറ്റായ വിഷയമാണ്, ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രീയ വശം ഇതല്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇവരെ ഇതിലേക്ക് പോകാതെ തടയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ വസ്തു 1-2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യം പൂർണ്ണമായും നാശം ആയി പോകുമെന്നും അവന്റെ നെർവസ് സിസ്റ്റം, ഞരമ്പുകൾ മൊത്തത്തിൽ ബലക്ഷയം വരുമെന്നും നിനക്ക് നിവർന്നു നിൽക്കാൻ പോലും മോനെ പറ്റത്തില്ല, മോളെ പറ്റില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയുമ്പം ഈ തെറ്റിദ്ധാരണ മാറ്റും. ഇതുപോലെ ഓരോരോ ഘടകങ്ങൾ അവരെന്താണോ ധരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും മറ്റുള്ളവരും ശ്രമിക്കുകയും ആ തെറ്റിദ്ധാരണയെ പരിഹരിക്കുകയും ചെയ്താൽ മാത്രമേ ഇനി അതിലേക്കുള്ള ഒഴുക്കിനെ നമുക്ക് തടയാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ഹിബ ഷെറിൻ ഒരു കോളേജിന്റെ വൈസ് ചെയർപേഴ്സണാണ്, യൂണിയൻ വൈസ് ചെയർപേഴ്സണാണ്. ഒരു നമ്മുടെ ഈ പാനലിലെ ഏറ്റവും പ്രായം കൊണ്ട് ചെറിയ കുട്ടിയാണ്, ഈ തലമുറയുടെ പ്രതിനിധി കൂടിയാണ്, പൊതുരംഗത്ത് വളരെ ആക്റ്റീവായ ഒരാളാണ്, പ്രതിബദ്ധതയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധിയുമാണ്. ഹിബ, നമുക്ക് ഇപ്പോൾ ഒരു തലമുറയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെയല്ല യുവത്വം പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ടത്, ഇതാവരുത് ലഹരി എന്നൊക്കെ ഉപദേശിക്കാനേ കഴിയൂ. പക്ഷെ ഇത് തിരിച്ചറിയേണ്ടതും സ്വന്തമായി ബോധ്യം വരേണ്ടതും അല്ലേ? ഇപ്പൊ നമ്മൾ ഒരാളോട് പറയുന്നു, അത് കേൾക്കുന്നു എന്ന ഇമ്പാക്റ്റ് അല്ലല്ലോ, സ്വന്തമായി ബോധ്യം വരേണ്ടതും ഈ കൗമാരത്തിനും ഈ യുവത്വത്തിനുമാണ്. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു തലമുറയ്ക്ക്, നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തലമുറയിലേക്ക് ഇത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ ലഹരിക്കോ ലഹരി വ്യാപിപ്പിക്കുന്ന ആളുകൾക്കോ കഴിയുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിന് നിങ്ങൾ മനസ്സിൽ കാണുന്ന പരിഹാരം എന്താണ്? തീർച്ചയായും നമ്മളിപ്പോഴത്തെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലഹരി എന്ന് പറഞ്ഞത് പണ്ടെല്ലാം ഒറ്റപ്പെട്ട് കാണുന്ന ഒരു സംഭവം ഇപ്പം അത്രമാത്രം വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു തലമുറയെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലാണ്. തീർച്ചയായും അത്രത്തോളം നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു തലമുറയിൽ ലഹരി അത്രമാത്രം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു മാസമാണ്, അല്ലെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കരുതുന്ന ഒരു തലമുറയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് എനിക്കറിയെങ്കിൽ പോലും എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തെറ്റിനെ കാണാത്തൊരവസ്ഥയിലാണ് നമ്മൾ. അല്ല, അതൊരു തെറ്റായിരിക്കില്ല, ഇത്രയും പേര് ചെയ്യുമ്പോൾ അതൊരു തെറ്റല്ല എന്നുള്ളൊരു ബോധമാണ് നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ വരുന്ന ഒരു കാര്യം. നമ്മുടെ ഇന്നർ മൈൻഡ് നമ്മളോട് പറയുന്ന ഒരു കാര്യം അതാണ്. ഇത്രയും ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ശരിക്കും തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മനസ്സ് വരും. അങ്ങനെ പലരും ഈ ഒരു തെറ്റിലേക്ക് വന്നു പോകുന്നുണ്ട്. അപ്പം എന്ത് തന്നെ ചെയ്താലും, എന്ത് തന്നെ കൊള്ളരുതായ്മ ചെയ്താലും, എന്ത് തന്നെ ചെയ്താലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഒരു കാര്യം പറയാതെ വയ്യ. എന്ത് തന്നെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ഒരു ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു ബോധം ഇന്നത്തെ തലമുറക്ക് ഉണ്ടല്ലോ. ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രശ്നം ചെയ്തു, അല്ലെങ്കിൽ ഇത്ര വലിയൊരു കാര്യം ചെയ്തെങ്കിൽ പോലും എനിക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ഇന്നത്തെ ഒരു തലമുറ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു തലമുറയെ വെച്ച് നോക്കുമ്പോൾ ലഹരി ചെയ്തെന്ന് ചോദിക്കുക, അത് കുഴപ്പമില്ല, ഇത്രയും ആളുകൾ ചെയ്യുന്നതല്ല, അത് പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു ഇപ്പം ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ളൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് പോയിട്ട് ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല അത് ഇത്രമാത്രം അവർക്ക് സ്വീകാര്യപ്രദമാവും എന്നുള്ള കാര്യം. അത് പ്രാക്ടിക്കൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ബി പ്രാക്ടിക്കൽ. നമ്മൾ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയെ തുടച്ച് നീക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് വേണം ശരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. ഞാൻ മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വിദേശത്തും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിസ്റ്റം ആണെങ്കിൽ പോലും എല്ലായിടത്തും വേണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങാം. ഇപ്പോൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനിടയ്ക്ക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം. നമുക്ക് ചെറിയ വീട്ടിൽ നിന്നും
തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, ഇന്നത്തെ മാതാപിതാക്കൾക്ക് MDMA കണ്ടാലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ കണ്ടാലോ ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അവർക്ക് വേണ്ടി അവരുടെ കുട്ടി സുരക്ഷിതമാണോ എന്നുള്ളത് അവർ പറഞ്ഞു ചോദിച്ചാൽ ഒരു പക്ഷേ ആ കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ ആ പാരൻസിനോട് ആ കുട്ടി യാതൊരു വിധത്തിലും പറയില്ല ഞാൻ MDMA ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ MDMA ഉപയോഗിക്കുന്നുണ്ട് അച്ഛാന്നുള്ളത്. അപ്പം അതിന് പകരമായിട്ട് ഈ പാരൻസിന് തന്നെ അത് കണ്ടുപിടിക്കാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം, എന്തെങ്കിലും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി തുടച്ച് നീക്കാൻ കഴിയും. ഒരു പേടിക്കുന്ന എന്തെങ്കിലും ഒന്ന് തലമുറയ്ക്ക് അവിടെ ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ തലമുറ പേടിക്കുകയുള്ളൂ. തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പേടിക്കുന്ന എന്തെങ്കിലും ഒരിക്കലും അവിടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു തലമുറ ഒന്ന് പേടിച്ച് മുന്നോട്ട് നിൽക്കുക. ശിക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ശിക്ഷ എന്ന് പറയുന്നത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ ഈ തെറ്റു ചെയ്താലും ഇതെത്ര ഗുരുതരമായ തെറ്റാണ് എങ്കിലും അതിൽ നൂറിപ്പോരാൻ കഴിയുന്ന ഒരു സാഹചര്യം നിയമ സംവിധാനം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയും നമ്മൾ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഗുരുതരമായതിനെ ആക്രമിച്ചതിന് ശേഷവും അല്ലെങ്കിൽ അതൊരു പദ്ധതി ഇടുന്ന സമയത്തും ഒരുമിച്ച് ചെയ്താൽ കുറ്റമില്ല, ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ ചിന്തിക്കുകയും കൈകാര്യം ചെയ്യുന്ന ആളുകളെ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന നിലയ്ക്ക് പരിഷ്കരിക്കപ്പെടണമെന്ന് തോന്നുന്നു. ഡോക്ടർ നൗഫൽ, ഇപ്പോ ഹിബ പറഞ്ഞു ഇതൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ഓക്കെ ഹിബ, ഞാൻ വരാം. ഡോക്ടർ നൗഫൽ, ഇപ്പോൾ ഹിബ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. ഡോക്ടർ നൗഫൽ, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ ഒരു സമയത്ത് കുറ്റകരമായ നിസ്സംഗത ഇതിനോട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂവിനിരിക്കുന്ന ആളുകൾ, വളരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, സംസാരിക്കുന്ന രീതിയും സംസാരിക്കുന്ന ഭാഷയും ഒന്നും നോർമൽ അല്ല എന്ന് നമ്മൾ പലർക്കും അറിയാം. അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് കൃത്യമാണ് എന്ന് നമ്മളൊക്കെ നമ്മുടെ സ്വകാര്യ സദസ്സുകളിൽ സൗഹൃദ സദസ്സുകളിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ചെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ കുറ്റകരമായ അനാസ്ഥ ഇടക്കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തലമുറ ഇത് കാണുന്ന സമയത്ത്, ഈ കുഞ്ഞുങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവർക്ക് ഒരു ഹീറോ എന്ന നിലയ്ക്ക് അവർ കാണുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നത് വളരെ ഒരു ഇൻഫോർമലായിട്ടുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവുകയാണ്. അപ്പം ഞങ്ങൾക്കും ഇത് കുഴപ്പമില്ല, അവരുടെ അതേ വൈബ് ഞങ്ങൾക്ക് കിട്ടുന്നു, അവരുടെ അതേ സ്വാഗ് ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന രീതിക്ക് അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെയാണോ നമ്മുടെ ഈ ഇത്രയും തുറന്ന ഇന്റർനെറ്റ് നമ്മുടെ മുന്നിൽ തുറന്നു തന്നെ ഇത്രയും വലിയ ഒരു വിൻഡോകളിലൂടെ നമ്മൾ ഇവരെ പ്രേരിപ്പിച്ചത് നമ്മൾ തന്നെയാണോ? അത് പറഞ്ഞതിന്റെ പെട്ടെന്ന് ഞാൻ ആലോചിച്ചൊരു കാര്യം, ഇന്നലെ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു വലിയ അളവിലൊന്നുമല്ല, പുള്ളിക്കാരൻ പ്രിൻസിപ്പൾ പറയുന്നുണ്ടായിരുന്നു വലിയ അളവിലൊന്നുമല്ല, ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാറുണ്ട് എന്ന് വളരെ നോർമലൈസ്ഡായി നിസ്സംഗതയോടെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അതാണ് ആലോചിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം അത് പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ മുന്നിലുള്ള മാതൃകകൾ ആരാണ്? സുഭാഷ് ചന്ദ്രൻ മനുഷ്യന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാ പോകുന്നു ഇന്നയാൾ എന്ന് അഭിമാനത്തോടെ മുന്നിൽ നോക്കി പറയാൻ നമുക്ക് മനുഷ്യരുണ്ടോ എന്നുള്ളതാണ് ഈ കാലത്തെ യുവതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആരാണ് അവരുടെ ആരാധകർ? ആരാണ് അവരുടെ ഫാൻ? അവരുടെ കേന്ദ്രം ആരാണ്? ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റേ തൊപ്പിയെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം, മണവാളിനെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം, സഹോദരങ്ങളായ കേബിൾ ജെട്ടിന് വേണ്ടി സമരം വിളിക്കുന്ന വലിയൊരു ആൾക്കൂട്ടം, അങ്ങനെ ഒരു ആൾക്കൂട്ടമായി നമ്മുടെ യുവതയെ മാറ്റിയതാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ എൻ്റെ ഒരു വിയോജിപ്പ് എപ്പോഴും ഇത്തരം ആലോചനകളിലെല്ലാം നമ്മുടെ എക്സൈസ് അടക്കം വിചാരിക്കുന്നത് ഇവരെ പേടിപ്പിച്ച് ഇവരെ ക്ലാസ്സുകളെടുത്ത് ഇവരുടെ ലഹരിയിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ മാറ്റാമെന്നുള്ളതാണ് വിചാരം. അതൊരു പ്രായോഗിക പദ്ധതി അല്ല എന്നുള്ളതാണ് വർഷങ്ങളായി ചെറുപ്പക്കാരുമായിട്ട് ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് പോകാൻ ഇടങ്ങൾ വേണം. ഈ സോമൻ കടലുവിൻ്റെ കവിതയെ ചോദിക്കുന്നുണ്ട്, യുവാവേ നീ വീട്ടിലില്ല, അമ്മയോടൊപ്പമില്ല, അച്ഛനോടൊപ്പമില്ല, കല്യാണ വീട്ടിലില്ല, മരണ വീട്ടിലില്ല, പാർട്ടി ഓഫീസിലില്ല, ജാഥയിലില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, നാലാൾ കൂടുന്ന ഒരിടത്തുമില്ല, നീ എവിടെയാണ്? എവിടെയോ പോയിരിക്കുന്ന ആ യുവാവിനെ സാമൂഹിക ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഇതിനെപ്പറ്റി ഗംഭീരമായൊരു പഠനം നടന്നിട്ടുണ്ട് 1970. എന്തുകൊണ്ട് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു? ഈ എലികളിൽ നടത്തിയൊരു പഠനമാണ്, നമ്മൾ അധികം ആലോചിച്ചിട്ടില്ലാത്തൊരു പഠനമാണ്. 1970 അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു അലക്സാണ്ടർ ബ്രൂസ് ഈ എലിയെ വെച്ച് നടത്തുന്ന ഒരു പഠനം. ഒരു എലിയെ ഒരു കേജിലിട്ടിട്ട്, ഒരു ചെറിയ കൂട്ടിലിട്ടിട്ട് എലിയുടെ മുന്നിൽ ഒരു കുപ്പിയിൽ വെള്ളവും മറ്റേ ഒരു കുപ്പിയിൽ ലഹരി വസ്തുവും വെക്കുന്നു. അപ്പോൾ 1-2 മിനിറ്റുകൾ കഴിയുമ്പോൾ ഈ എലി ആദ്യം വെള്ളം ഉപയോഗിച്ച് തുടങ്ങുന്നു, പിന്നീട് നിരന്തരം എലി ഉപയോഗിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയ്ക്കൊരു കേജിൽ അടയ്ക്കപ്പെട്ട എലി ഉപയോഗിക്കുന്നത് മോർഫിൻ കലർത്തിയ ലഹരി വസ്തുവാണ്.
കുറച്ച് കഴിയുമ്പോൾ ഇതിൽ മരിച്ചു പോവാണ്. ഇതിനുശേഷം ഇദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് ഈ റാറ്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. ഒരുപാട് എലികളെ ഒരുമിച്ച് താമസിപ്പിക്കുന്നു, അവരൊരുമിച്ച് കളിക്കുന്നു, അവർ ബഹളം വെക്കുന്നു, അവർ ആഹാരം പങ്കിട്ടെടുക്കുന്നു. അവരുടെ മുന്നിലും ഇതേ 2 കുപ്പി വെക്കുകയാണ്, ഒരു കുപ്പിയിൽ വെള്ളവും മറ്റേ കുപ്പിയിൽ ലഹരിയും. ആദ്യം ഈ ലഹരി നുണഞ്ഞ ശേഷം അവർ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ്, അവർ വെള്ളം മാത്രം കുടിക്കുകയാണ്. എലിയിൽ നടത്തിയ പഠനം എന്നുള്ളത് പ്രധാനമാകുന്നത് മനുഷ്യൻ്റെ എലിയുടെയും ജീവിത വ്യവസ്ഥകളും മനോഘടനയും സമാനമാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികൾക്ക് പൊതുജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളായിട്ട് വളരണം. അവർ സമരം ചെയ്യുന്ന, അവർ അമ്പലപ്പറമ്പിൽ പോയി നൃത്തം ചെയ്യുന്ന, അവർ ഉത്സവത്തിന് പങ്കെടുക്കുന്ന, പള്ളിപ്പെരുന്നാളിന് പങ്കെടുക്കുന്ന, ലൈബ്രറിയിലെ ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന, ഏകാന്തതയും ഒറ്റപ്പെടലുമാണ്, സ്ട്രെസ്സാണ് ഈ മനുഷ്യരെ എല്ലാവരെയും ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘടകം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് പൊതുജീവിതം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അത് പറഞ്ഞതുപോലെ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ആരാണ്? ഈ ഒരു സിനിമാ നടൻ ലഹരി ഉപയോഗിച്ചെന്ന് വ്യക്തമാകുന്ന രീതിയിൽ നമ്മളൊരു ഇൻ്റർവ്യൂ യൂട്യൂബിൽ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ലഹരി ഉപയോഗിച്ചാൽ ഇത്രയേ ഉള്ളൂ, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കും കയ്യടി ഉണ്ടല്ലോ, അയാൾക്കും ഫാൻ ബേസ് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ സാധാരണപ്പെട്ട ഏറ്റവും ചെറിയ ബോധമുള്ള ഒരു കൗമാരക്കാരനുണ്ടായാലും ഒരു അത്ഭുതമില്ല. കാരണം അവൻ കാണുന്ന ലോകം വളരെ ചെറിയൊരു ലോകമാണ്. അതുകൊണ്ടാണ് ഈ തൊപ്പിക്ക് വേണ്ടി സമരം ചെയ്യാൻ ചെറുപ്പക്കാർ തെരുവിലിറങ്ങുന്നത്, മണവാളിനെ കൈയടിക്കാൻ ആളുകളുണ്ടാകുന്നു. അവരൊക്കെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടും അവർക്ക് ആരാധകരുണ്ടാകുന്ന ഒരു കാലത്തിൽ എന്താണ് കെ കൊച്ചുണ്ടാകുന്നത് എങ്ങനെയാണ്, ഒരു ഗാന്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഒരു അംബേദ്കർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ചെറുപ്പക്കാരനായ ഒരു വിനിൽ പോളോ ഒരു മനു പിള്ളയോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉണ്ടാകുന്നത് ഇത്രയേ ഉള്ളൂ. അവർക്ക് ജീവിതത്തെപ്പറ്റിയും കാലത്തെപ്പറ്റിയും വലിയൊരു ദർശനമുണ്ട്. അവരെ വിളിക്കാൻ കാലത്തിൻ്റെ ശബ്ദങ്ങളും ചോദ്യങ്ങളും ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട്. അത്തരം മാതൃകകളും അത്തരം തോന്നലുകളും ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാതിരുന്നാൽ ഞാൻ വിചാരിക്കുന്നത് അതിന് മാധ്യമങ്ങൾക്കടക്കം നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ വന്നിട്ടുള്ള പശകടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലഹരിയായിട്ട് പിടിക്കുമ്പോൾ ഞാനതിന് പൂർണ്ണമായി അവർ ശിക്ഷിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ എത്ര ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥി, ഏത് പാർട്ടിയാകട്ടെ, ഏത് പാർട്ടിയുമാകട്ടെ, ഏത് കൂട്ടവും ആകട്ടെ, ഏത് യൂണിയനും ആകട്ടെ, ഈ ഒരു പൊതുജീവിതത്തിൻ്റെ, ഒരു സോഷ്യൽ ലൈഫിൻ്റെ, ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ, ഒരു ക്ലബിൻ്റെ, തച്ചമ്പറമ്പിലെ സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്, ക്ലബിൻ്റെ ലൈബ്രറിയുടെ കൂട്ടത്തിൽ വന്ന ചെറുപ്പക്കാരും വഴിതെറ്റിപ്പോയിട്ടില്ല. അവരെല്ലാം ഏതെങ്കിലും മേഖലകളിൽ, ഏതെങ്കിലും ജീവിത വ്യവഹാരങ്ങളിൽ അവരുടെ കാൽപ്പാടുകൾ പതിപ്പിച്ച് കടന്നുപോയവരാണ്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ല, അവരാരും വിഷാദരോഗത്തിന്റെ ഭാഗമായിട്ടില്ല, അവരാരും മദ്യപിച്ചിട്ടില്ല. സ്വാഭാവികമാകുന്ന ഒരു കാലത്ത് ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും കുട്ടികളെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും പ്രധാനമാണ്. ജീവിതം ലഹരിയാണെന്ന് അവനവന് തോന്നണം എന്നുള്ളതാണ്. ജീവിതമാകണം ലഹരി എന്ന് ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. ജീവിതം ലഹരിയാണെന്ന് അവനവൻ തിരിച്ചറിയുന്ന ഒരു സാഹചര്യവും സാമൂഹ്യ അവസ്ഥയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ദാമോദർ പ്രസാദ്, ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ പ്രവർത്തകനുമായി സംസാരിക്കുക, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിദ്യാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എങ്കിൽ, അക്രമ സ്വഭാവം കാണിക്കുന്നത് എങ്കിൽ, കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പെരുമാറുന്നത് എങ്കിൽ, സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നത് എങ്കിൽ ആ വിദ്യാഭ്യാസ സംവിധാനത്തിനല്ലേ എന്തോ ഒരു പ്രശ്നമുള്ളത് എന്നുള്ളത്. അത് വളരെ ഡയറക്റ്റായ ഒരു ചോദ്യമായിരുന്നു. അത് പഠിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിലൊരു പോയിന്റ് ഉണ്ടല്ലോ. ഈ നേരത്തെ ഹിബ പറയുന്നു, ഇപ്പോൾ നൗഫൽ പറഞ്ഞു വെച്ചു, ഇതിലൊരു സാമൂഹ്യ ജീവി എന്ന അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത് സ്കൂളിൽ പോകുമ്പോഴാണ്. അവിടെ നിന്ന് അവരുടെ കൗമാരവും പ്രായവും ചിന്താഗതിയും ബുദ്ധിയും വികസിക്കുന്നതിനനുസരിച്ച് ഒരു കൗമാരക്കാരനായി മാറുന്നു, ഒരു കോളേജ് വിദ്യാർത്ഥിയായി മാറുന്നു. അവിടെയൊക്കെ ഒരു സാമൂഹ്യ ജീവിതം ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എത്ര പേർ ഇന്റർവെല്ലിൽ കൈകൂട്ടി പിടിച്ച് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവനവൻ്റെ ഫോണിലേക്കാണോ ആ സമയത്തേക്ക് പോകുന്നത് എന്ന് എനിക്ക് നിലവിൽ അറിയില്ല. അങ്ങ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനടക്കം പോവുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാമൂഹ്യ ജീവി എന്ന അന്തരീക്ഷമോ പശ്ചാത്തലമോ ഉണ്ടോ? അവിടെ നിന്നാണോ ഈ പറയുന്നത് പോലെ ഒറ്റപ്പെടലിന്റെ ഇടങ്ങളിലേക്ക് ലഹരി എത്തിച്ചേരുന്നത്? അപ്പോൾ അത് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർ, അധ്യാപകർ, ഇവർക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, തികച്ചും ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് സമീപിക്കാൻ പോകുന്നത് ഞാൻ എന്ന് പറയുന്നത് പോലീസുകാർക്ക് ഇതിന് ഇടപെടാനോ എക്സൈസുകാർക്ക് ഇടപെടാനോ പാടില്ല എന്നുള്ളതല്ല, അങ്ങനെ ഒരു അഭിപ്രായമല്ല. പക്ഷേ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് മാത്രം കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കലിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുള്ളൂ. തിരിച്ച് ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് മാത്രം പരിഹരിക്കാനാണ് പോണെങ്കിൽ അത് കൂടുതൽ ലാഭത്തിലേക്കും അത് അനാവശ്യമായ തരത്തിലേക്ക് സ്ഥാനങ്ങൾ മാറാനും സാധ്യതയുണ്ട്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം മാത്രം ആയി കണ്ടുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് സംബന്ധിച്ചില്ല. പല എൻകൗണ്ടറൊക്കെ ഉണ്ടായതും നമുക്കറിയാം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്,
നമ്മൾ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും വിദ്യാർത്ഥികൾ സംസാരിക്കുമ്പോഴും ഈ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണ്, ലഹരി കഴിക്കുന്നു എന്നൊക്കെ തെറ്റായ അനുമാനമാണ്. അതൊന്നും നമ്മൾ അങ്ങനെ അനുമാനിക്കുന്നത് ശരിയല്ല. പക്ഷേ അതേസമയം ഇത് ലഹരി സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. ഈ വ്യാപിക്കാനുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ട്, ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംശയം ഇന്ന് ഇതിൻ്റെ ലഭ്യത പല രൂപത്തിലും കൂടിയിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന 90കളുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ വഴിയും വാട്സാപ്പ് വഴിയും അല്ലാതെ പല മാർഗ്ഗങ്ങളിലൂടെയും ഇത് കൈമാറാനും എത്താനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുപോലെ നമുക്കിതൊന്നും പെട്ടെന്ന് വേണ്ട വയ്ക്കാൻ പറ്റുന്ന കാര്യമില്ല. ടെക്നോളജിയാണെങ്കിൽ മൊബൈലാണെങ്കിൽ അതൊക്കെ പലതരത്തിൽ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്കത് നിഷേധിക്കുന്ന ഒട്ടും തന്നെ ശരിയായിട്ട് സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. ആ പ്രധാനമായിട്ടും മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും വീട്ടിലകത്ത് റെസ്പോൺസ്, പക്ഷേ ഈ വിദ്യാർത്ഥി കൂടുതൽ സമയം ചിലവാക്കുന്നതും ആ വിദ്യാർത്ഥിയുടെ ജീവിതം ഷേപ്പ് ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് സ്കൂളായിക്കോട്ടെ കോളേജുകളായിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള അതുകൊണ്ടാണല്ലോ സ്കൂളും കോളേജുകളും വെറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, സോഷ്യലൈസ് ചെയ്യാനുള്ള സ്ഥാപനങ്ങളുണ്ട്. ആ സോഷ്യലൈസേഷൻ സ്ഥാപനങ്ങളിൽ ഈ സാമൂഹ്യവൽക്കരണം എന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഉയർന്ന സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ, അധ്യാപകരായിട്ടുള്ള ബന്ധം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൾച്ചർ, ഇതിലെല്ലാം സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ സംഭവിക്കുന്ന എന്തൊക്കെ പാകപ്പിഴകളാണ്, ഏതൊക്കെ തരത്തിൽ ഇവിടെ അത്തരം ബന്ധങ്ങൾ ഇടർച്ചകൾ ഉണ്ടാകുന്നു, ആ സാമൂഹ്യവൽക്കരണത്തിന് എന്തൊക്കെ വിഘാതമായി നിൽക്കുന്നു, തികച്ചും ഉപഭോഗാസ്പദമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും പറയുന്ന കാര്യം ഇന്നത്തെ അവസ്ഥയിൽ വലിയ തോതിൽ മറ്റു രീതിയിലൊക്കെ പണം വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് പണം വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ സർവേലൻസ് നടത്തണമെന്നല്ല. ഇത് രാവിലെ എണീച്ച് വാർഡന്മാർ പോയി ഹോസ്റ്റൽ മുറി റെയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ കാഴ്ചപ്പാട് നടപ്പാക്കാൻ പോകുന്നത്. അതൊക്കെ തിരി ബാക്ക്ലാഷ് ചെയ്യും. മറിച്ച് വിദ്യാർത്ഥിയെ മനസ്സിലാക്കാനായുള്ള അവരോട് സംവദിക്കാനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പല രീതിയിലും നല്ലതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പല രീതിയിലും ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് പല കുട്ടികളും പലതരത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമായിട്ടും മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്കൂളിൽ അത്തരം കൗൺസിലിംഗ് മെക്കാനിസം പല ആൾക്കാർക്കും പല കുട്ടികൾക്കും ഈ കാര്യം അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഒരുപാട് വശങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാലത്തിട്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് മാറ്റങ്ങൾ പഴയ കാലത്ത് വ്യത്യസ്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാനും മനസ്സിലാക്കാനുള്ള മാറ്റമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ സർവേലൻസ് നടത്താത്ത വിധത്തിൽ കുട്ടിയെ നിരന്തരമായ മോണിറ്ററിംഗ് വിധേയത്തിൽ അയാൾ ഒറ്റപ്പെടുത്താത്തിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വേറൊരു കൾച്ചർ, ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ കൾച്ചർ എങ്ങനെയൊക്കെ അഭാവപ്പെട്ടു പോകുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട്. ഈ ഉത്സവാന്തരീക്ഷമല്ല ഈ സാമൂഹ്യവൽക്കരണം. അതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ തെറ്റിദ്ധരിക്കുന്ന കാര്യം. ഈ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കലാണ് സാമൂഹ്യവൽക്കരണം. തെറ്റാണ്. അങ്ങനെയായിരുന്നില്ല ഒരു സാമൂഹ്യവൽക്കരണം നടന്നിട്ടുള്ളത്. കാര്യം ഒരുപാട് DJ പാർട്ടി നടത്തുക, ആഹ്ലാദം തുള്ളിച്ചാടുക, ഇതൊന്നല്ല സാമൂഹ്യവൽക്കരണത്തിന് നിദാനമായ കാര്യം. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം പാട്ടും ബന്ധങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ സാമൂഹ്യവൽക്കരണ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് പരസ്പര സംവാദത്തിലൂടെ പരസ്പരം മനസ്സിലാക്കുന്നതും ആശയം കൈമാറുന്നതിലൂടെയൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതൊരു കൾച്ചർ കേരളത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ അത്തരമൊരു സംസ്കാരം, ആ കേരള സംസ്കാരത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളം അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ ചെറിയ വിട്ടുമാറിച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്തൊരു അരാഷ്ട്രീയവൽക്കരണത്തിന് വിധേയമാവുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കാര്യം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ മറ്റ് പല ഘടകങ്ങളാണെങ്കിൽ, കാരണം ഉപഭോഗ ആസക്തമായിട്ടുള്ള പല ഘടകങ്ങളാണ് അവരുടെ നേതൃത്വരെ പോലും താല്പര്യപ്പെടുന്നെങ്കിൽ. കാര്യം ഒരു BMW ഓടിച്ചു പോകുന്നതാണ് ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നൊക്കെയാണ് പുറത്തു വരുന്നതെങ്കിൽ അത് വലിയ സങ്കടമായിട്ടുള്ള അവസ്ഥയല്ലേ. അപ്പോൾ അതിന് പകരം ആ സാമൂഹ്യവൽക്കരണ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ അധ്യാപക സംഘടന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നഷ്ടപ്പെടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്ന കക്ഷി രാഷ്ട്രീയവൽക്കരണം, നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യബോധം അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് പകരം ഉത്സവങ്ങളും മറ്റും കയറി വരുന്നത്. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നോക്കേണ്ട കാര്യം, ഈ രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന നേതൃത്വമൊക്കെ വളരെ പ്രതിജ്ഞാബദ്ധ ആൾക്കാർ. നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുന്ന നടത്തില്ല. കാര്യം അവർ പ്രതിജ്ഞാബദ്ധ രാഷ്ട്രീയ, അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ കരിയറും കൂടി അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘടനകളൊക്കെ മറവാക്കി പല ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്തുക. അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല, അവർക്ക് യാതൊരു അടിസ്ഥാനവും ഉണ്ടാവില്ല. പക്ഷെ അവരിത്ര സംഘടനകൾ എന്തുകൊണ്ട് അതിനെ മറയാക്കുന്നു വെച്ചാൽ ഈ സംഘടനകൾക്ക് അവരുടെ ഇതുപോലുള്ള ഏർപ്പാടുകൾക്ക് സൗകര്യം ലഭിക്കുന്നു. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ സർവേലൻസ് അല്ല, ഇൻഷുറൻസ് സർവേലൻസ് അല്ല, വിദ്യാർത്ഥി സംഘടനകൾ തന്നെ സ്വയം ഒരു പരിശോധന നടത്താൻ ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായി കൂടെ നിർത്തുന്നവന് രാഷ്ട്രീയ ബോധമുണ്ടോ, സമൂഹത്തോട് ബോധ്യമുണ്ടോ? ഈ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഉത്തരവാദിത്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധ്യാപകരുടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം തന്നെ ഉണ്ടാവണം. കാര്യം അത് ഈ സർവേലൻസ് അല്ല, മറിച്ച് ഒരു സംവാദത്തിന്റെ കൾച്ചർ അതിൻ്റെ അകത്തുണ്ട്. ഇത് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇത് ആ സംവാദം നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി മിലു മരിയ ആന്റോ, എങ്ങനെയാണ് കുട്ടികൾക്ക്
ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ നീതിബോധം അനുസരിച്ചോ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചോ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിലവിലുള്ളവർക്കില്ല എന്നുള്ളത്. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ ശരിയാണ്, കൃത്യമായ കൗൺസിലിങ്ങിനുള്ള സംവിധാനമുണ്ട്. ആ വഴി നേരത്തെ ഡോക്ടർ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ലഹരി എന്ന് പറയുന്നത് കുറച്ചുകൂടി പേടിപ്പിക്കുന്ന ഒന്നാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന്, എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നത് പോലെ വളരെ സ്വാതന്ത്ര്യബോധത്തോടെ ആരും വെളിപ്പെടുത്തില്ല. ഇനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒറ്റുകൊടുക്കലാണോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവും വിദ്യാർത്ഥികൾ. അപ്പോൾ അങ്ങനെ ഒരു 1000 കുട്ടികൾക്കൊരാൾ എന്ന നിലയ്ക്ക് ഒരു കൗൺസിലർ വിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ ഉണ്ട് എങ്കിൽ പരിഹരിക്കപ്പെടുകയോ തിരിച്ചറിയപ്പെടുകയോ ചെയ്യുന്ന ഒന്നല്ല ഇത്. പക്ഷേ എത്ര പേരെ നമുക്ക് നിയോഗിക്കാൻ കഴിയും? അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കാര്യക്ഷമമായി അഡ്രസ്സ് ചെയ്യുക? ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പലപ്പോഴും വിദ്യാർത്ഥികളോട് ഇടപഴകുന്നതും അവർക്ക് അവയർനെസ് പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ടുള്ള സംവാദങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് പല കുട്ടികൾക്കും ഓപ്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൗൺസിലർ ഉണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഒരു വിദ്യാലയത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ടല്ല, കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെയാണല്ലോ ഒരു പരിധിവരെ ലഹരിയിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യാ പ്രവണതകളും ആത്മഹത്യകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിദ്യാലയം ഇതുപോലെ തന്നെ ഞങ്ങളൊരു ടീമായിട്ട് സന്ദർശിക്കുകയുണ്ടായി. അവിടെ പോയി നമ്മൾ കുട്ടികൾക്ക് കുറച്ച് അവയർനെസ്സിനേക്കാൾ കൂടുതൽ കുറച്ച് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പിയർ കൗൺസിലിംഗ് എന്നുള്ള സംവിധാനത്തിലേക്കൊക്കെയുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ആ സ്കൂളിന് കൃത്യമായിട്ടൊരു കൗൺസിലർ ഉണ്ട്, അവരെ നമ്മൾ ഈ ടീമിലേക്ക് വെച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അധ്യാപകരെയും ഒക്കെ വെച്ച് നമ്മളൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മളെ ദുഃഖിപ്പിച്ച ഘടകം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ആ സമയത്ത് നമ്മളോട് ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആത്മഹത്യയ്ക്ക് അറ്റംപ്റ്റ് ചെയ്തവരുണ്ട്, അതിനകത്ത് ആത്മഹത്യാ പ്രവണതകളുണ്ട്, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോയ വിദ്യാർത്ഥികളുണ്ട്. ഇതൊക്കെ നമ്മളോട് വളരെ പേഴ്സണൽ സെറ്റിങ്ങിൽ അവർ നമ്മളോട് തുറന്നു പറയാൻ സന്നദ്ധരായിട്ടുണ്ട് പല കുട്ടികളും എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അവരെ കേൾക്കാൻ വ്യക്തികൾ വേണം. പക്ഷേ ഇതിൽ നമ്മളെ വിഷമിപ്പിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ സ്കൂളുകൾ പലപ്പോഴും പാഠഭാഗങ്ങൾ തീർക്കാനുള്ള തത്രപ്പാടിലാണ്. വിദ്യാർത്ഥികളെ കേൾക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു കായികമായിട്ടുള്ള ഓപ്പണിംഗ് കൊടുക്കാനോ സംവാദത്തിനുള്ള ഓപ്പണിംഗ് കൊടുക്കാനോ ഒന്നും പലപ്പോഴും തയ്യാറാവുന്നില്ല. മാത്രമല്ല പല സ്കൂളുകളിലും നിയോഗിക്കപ്പെട്ട കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല ആ സ്കൂളുകൾ അവരെ ഉപയോഗപ്പെടുത്തുന്നത്. പല ക്ലറിക്കൽ വർക്കുകളും ഈ കൗൺസിലേഴ്സ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ വ്യാപകമായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ മാനസികാരോഗ്യത്തിന് നിയോഗിക്കപ്പെട്ട വ്യക്തി സ്കൂളിലെ ബാക്കിയുള്ള വർക്കുകളും ചെയ്ത് ഇത് ചെയ്യാൻ നേരമില്ല മാഡം എന്ന് നമ്മളോട് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടായി. പലപ്പോഴും നമ്മൾ ഏർപ്പെടുത്തിയ സംവിധാനം പിയർ കൗൺസിലിംഗ് ഒരു സഹപാഠിക്ക് പെട്ടെന്ന് ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. അധ്യാപകർക്ക് അത്ര സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അങ്ങനെ പിയർ കൗൺസിലിംഗ് എന്നുള്ള സംവിധാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ പറയാണ് ഇതൊക്കെ 2 ദിവസം ഉണ്ടാവും മാഡം, അത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ പല സ്കൂളുകളെയും കോൺടാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഞങ്ങളുടെ പാഠഭാഗങ്ങൾ തീർന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഫോളോ അപ്പുകൾക്കൊന്നും അവിടെ ഇടയില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എക്സാമിന് കുട്ടികളെ ഒരുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് എല്ലാം കുട്ടി പഠിക്കുന്നു. പക്ഷേ റെസ്പോൺസിബിൾ സിറ്റിസൺ ആവാൻ ഏത് വിദ്യാലയത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പലരും പറഞ്ഞ പോയിന്റുകൾ ഞാൻ സംഗ്രഹിച്ച് പറയാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളുകളിൽ പാഠഭാഗങ്ങൾ വേണം, പക്ഷേ ഒപ്പം തന്നെ റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, അതായത് അസേർട്ടീവ്നെസ് സ്കിൽ. ഒരാൾ വെച്ച് നീട്ടുന്ന ലഹരി വേണ്ട എന്ന് പറയുന്നത് അസേർട്ടീവ്നെസ് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് എത്ര കുട്ടികൾ പറയും? പ്രധാനമാണ്. അധ്യാപകർക്ക് ഉള്ള മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അധ്യാപകർക്ക് ട്രെയിനിങ് വേണം, അധ്യാപകർക്ക് പരിശീലനം വേണം, കാലാനുസൃതമായ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ. പക്ഷേ ട്രെയിനിങ് ആണ് എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ കൂടെ പാഠ്യഭാഗം തീർക്കുക എന്നതിനപ്പുറത്ത് കുഞ്ഞുങ്ങളെ നേരിട്ട് അഡ്രസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അധ്യാപകർക്കും ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതൊരു സംശയം കൂടിയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഞാൻ വരാം. അതെ, ശ്രീ സക്കറിയ ജോർജ്, ഇപ്പോൾ ഞാൻ ശ്രീമതി മിലു മരിയ ആന്റിയോട് ചോദിച്ചതുപോലെ തന്നെയുള്ളൊരു സംവിധാനം നേരത്തെ ശ്രീ ദാമോദർ പ്രസാദ് പറയുന്നുണ്ടായിരുന്നു. ആ കാര്യം ഈ നിയമത്തിന് എത്ര കണ്ട് ക്യാമ്പസിലേക്ക് കയറി ചെല്ലാൻ കഴിയും? എല്ലാ ദിവസവും കുട്ടികളെ പിടിച്ചു നിർത്തി അവരുടെ ബാഗും ശരീരവും പരിശോധിച്ച് ഓരോ കുട്ടിയെയും ഗേറ്റ് കടത്തിവിടാനൊന്നും കഴിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കൊരു വലിയ നരകവുമായി പോകും.
എങ്ങനെ ഇടപെടും എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയില്ലേ? എത്രത്തോളം പോലീസുകാർക്ക്, പോലീസ് സംവിധാനത്തിന്, എക്സൈസിന് ഒക്കെ കുട്ടികളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും പരിശോധിക്കാൻ കഴിയും? ക്യാമ്പസുകളിലേക്ക് കുറ്റകൃത്യം ഉണ്ടെങ്കിൽ പോലീസ് കടന്നു ചെല്ലുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, കയറി ചെല്ലാം. പക്ഷേ പോലീസ് ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പരാതി കിട്ടി, ചിലപ്പോൾ അനോണിമസ് പെറ്റീഷനാണ്, ചിലപ്പോൾ പക കൊണ്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ പോകുമ്പം ഇതിൽ ആൾക്കാരെ അന്നേരം ഉണ്ടാകുന്ന ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അത് കുട്ടിയുടെ കരിയറിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ പോലീസ് അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് ചില നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു സിസ്റ്റമാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഇപ്പം നമുക്കൊരു റിയാലിറ്റി ഉണ്ട്, അറിയാം. ഇവിടെ ഇതുപോലെ ഡ്രഗ് അബ്യൂസിൻ്റെ ഇഷ്യൂ ഒത്തിരിയായി. ഇത് നമ്മുടെ കയ്യിൽ നിയന്ത്രിക്കുന്നതിനേക്കാളിലും കൂടുതലായി. നമ്മുടെ നിയമസഭയിൽ തന്നെ സഭ നിർത്തിവെച്ച് ഇത് ചർച്ചയുമായി. അപ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിനും ലീഡേഴ്സിനും ഒക്കെ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അതിനകത്ത് സംശയം വേണ്ട. പക്ഷേ ഒത്തിരി കഷ്ടപ്പെട്ടാണ്, കുറേ നല്ല ഉദ്യോഗസ്ഥന്മാരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇവിടെ ഗഞ്ചാവെല്ലാം ഇവിടുന്ന് ഇറാഡിക്കേറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ കേരളത്തിലെ വല്ല പെർവേറ്ററായിട്ടുള്ള ആൾക്കാർ ടെറസിൻ്റെ മേളിലോ അല്ലെ എവിടെയെങ്കിലും രഹസ്യമായിട്ട് ഗഞ്ചാവ് വളർത്തിയില്ലേ ഉള്ളൂ. പക്ഷെ നേരത്തെ ഇവിടെ ചില ജില്ലകളിലുണ്ടായിരുന്നു. അതിനെയൊക്കെ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഇല്ലാതാക്കി. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറ് പറഞ്ഞു, അദ്ദേഹം ASP കട്ടപ്പനയായിരുന്നപ്പം കഞ്ചാവ് വേട്ടയ്ക്ക് പോയി അദ്ദേഹത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ വിശ്വാസ് സിൻഹ ദേവികുളം സബ് കളക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം കഞ്ചാവ് വേട്ടയ്ക്ക് പോയി. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ നേരെ ലൈഫ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൺമാന് അദ്ദേഹത്തെ പിടിച്ച് തള്ളി ഒരു കുന്നുംപുറത്തു നിന്ന് കല്ലുരുട്ടിയിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഗൺമാൻ തള്ളിയിട്ടിട്ടാണ് അദ്ദേഹം കല്ലിൻ്റെ അടിയിൽ കൂടി രക്ഷപ്പെട്ടു പോയത്. കല്ല് തലയ്ക്ക് മുകളിൽ കൂടി തെറിച്ചു പോയി. അപ്പോൾ ഇവിടുത്തെ ഇവരൊക്കെ ക്രൂവലാണ്, എന്തും ചെയ്യും. അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു വെപ്പണുണ്ട്, ഇതെല്ലാം ഒരു സത്യമാണ്. പിന്നെ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പണമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാം തുടങ്ങുമ്പം പവന് 67,750 രൂപ എന്നെങ്ങാണ്ട് പറഞ്ഞു. പക്ഷേ ഈ ഹെറോയിനും ഹാഷിഷിനും ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള കോടികളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന മണി ഇത്ര ആയതുകൊണ്ട് ഈ കഴുകക്കണ്ണുകളുള്ള ആൾക്കാർ അവരെല്ലാവരും അത് ഈ ഡ്രഗ് മാഫിയയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ അഴിമതിക്കാരുണ്ടെങ്കിൽ അവരാകട്ടെ എല്ലാവരും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടും. പക്ഷേ സ്പോയിൽ ചെയ്ത് പോകുന്ന അടുത്തൊരു ജനറേഷനാണ്. നമുക്കിന്ന് ഏറ്റവും ആവശ്യം ഇൻ്റലിജൻസ് കളക്ഷനാണ്. കാര്യം ഇവിടെ ഗഞ്ചാവില്ല, പലതും വരുന്ന ആന്ധ്രയിൽ നിന്നും ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അവിടെ നിന്നൊക്കെ ട്രെയിനിലാണ് വരുന്നത്. നമ്മൾ നിസ്സാരമായി ചിന്തിച്ചാൽ മതി. ട്രെയിനിൽ ചായ ഒക്കെ വിറ്റ് നടക്കുന്ന പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ പോലും നമുക്ക് ഇൻ്റലിജൻസ് തരാം. അത് പെയ്ഡ് ആക്കണം. നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇഷ്ടംപോലെ സീക്രട്ട് ഫണ്ടൊക്കെ കൊടുക്കുന്നു, അതിന് ഒരു ഗുണവുമില്ല. ഇപ്പം കേരള പോലീസിനാണെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് CID ഉണ്ട്, അതുപോലെ എക്സൈസിന് ഇൻ്റലിജൻസ് ഉണ്ട്, ഫോറസ്റ്റുകാർക്കും ഒക്കെ ഇതൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന വലിയ മെനേഴ്സ് ഈ രാജ്യത്തെ കാർന്നു നിന്നുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പം പഞ്ചാബ് പോലീസ് പിടിക്കുന്നത് പാകിസ്ഥാൻ ISIക്കാർ പഞ്ചാബിലെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഡ്രഗ് ടെററിസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം പണമുണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ് വഴി അയക്കുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് വുമൺ അല്ലെ പോസ്റ്റ്മാൻ ഇവരെ പിടിച്ചാൽ നിരന്തരം പാഴ്സൽ വരുന്നവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ കൊറിയർ അയക്കുന്നുണ്ട്, ഡ്രഗ് കൊറിയർ വഴിയുന്നുണ്ട്. കൊറിയർകാർക്കൊക്കെ അവരെ നമ്മൾ ഇൻഫോർമൻ്റ് ആയിട്ട് വെക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ കുടുംബശ്രീക്കാർ അവർ ഡൊമസ്റ്റിക് വേസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആശാ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ സമരം ഇരിക്കുന്നു, അവർക്ക് കുറച്ച് ശമ്പളമൊക്കെ എല്ലാ മേഖലയിലേക്കും ഈ പറയുന്ന ഒരു കൃത്യമായ ബോധവും ഇതിനെ പ്രതിരോധിക്കണമെന്ന ഒരു ചിന്തയും പങ്കുവെച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ മധു ചിറക്കര, ഇതിപ്പോ എക്സൈസിന് എത്ര ആർജവത്തോടെ ഇത് പൂർത്തീകരിക്കണമെന്ന ബോധ്യമുണ്ടെങ്കിലും എത്രത്തോളം എഫോർട്ട് അതിലെടുക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ ഒരു പ്രതിരോധം ഉണ്ടാവേണ്ടത് നേരത്തെ ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്നാണ്. നമ്മുടെ സമൂഹത്തിൽ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം പൊതുജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ഒരാവശ്യമില്ലേ എക്സൈസ് വകുപ്പിന്? തീർച്ചയായും എക്സൈസ് വകുപ്പ് അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ പരസ്യം കൊടുക്കാത്ത ഒരു കാര്യമായിട്ട് പലരും അറിയുന്നില്ല. എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഉദാഹരണമായി പറഞ്ഞാൽ വ്യാപാരി വ്യവസായികളുമായിട്ട് പോലും അവരുമായിട്ട് ചേർന്ന് പോലും പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത് വലിയ പരസ്യവും ഉദ്ഘാടനവും സ്റ്റേറ്റ് ഉദ്ഘാടനവും ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂളുകള്, കോളേജുകള്, PTA അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കോളനികളായിട്ടുള്ള സ്ഥലങ്ങള്, മറ്റ് കോളനി എന്ന് ഉദ്ദേശിച്ചത് ആദിവാസി കോളനികളല്ല, വലിയ പിന്നെ പട്ടണങ്ങളിലുള്ള വലിയ കോളനികൾ പോലുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാം തന്നെ നമുക്ക് ചെറിയ ചെറിയ യൂണിറ്റുകൾ സംഘടിപ്പിക്കുകയും അവിടെ ഈവനിങ്ങിൽ വൈകുന്നേരം പോയി അവിടെയുള്ള ആളുകളെ കൂട്ടി ഇരുത്തി ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തുകയും ഒക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വിവരശേഖരണം നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ അപകടത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എക്സസൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ നൗഫൽ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാമൂഹ്യമായിട്ടുള്ള ഒരു മെച്ചമുണ്ടാക്കിയാൽ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു പുതിയതായി മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്ന ആളും അയാളുടെ മയക്കുമരുന്നിന്റെ ആദ്യത്തെ ഡോസ് ഉപയോഗിക്കുന്നത് അയാളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ നിന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വിശ്വസനീയമായ വിവരം. ഒറ്റയ്ക്കൊരാൾ ഒരു കാരണവശാലും മയക്കുമരുന്നിന്റെ ആദ്യത്തെ ഉപയോഗം നടത്തിയിട്ടില്ല. സ്വന്തം കൂട്ടുകാരിൽ നിന്ന് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ആഘോഷവേളകളിലാണ് ഇത് ഏറ്റവും ആദ്യത്തെ ഡോസ് എടുക്കുന്നത് എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരമാണ്. അതുകൊണ്ടാണ് ഇതിപ്പോ തന്നെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട എന്ന ഒരു മുന്നറിയിപ്പ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാനും കഴിഞ്ഞത്. ഹിബ ഷെറിൻ, എങ്ങനെ ഇടപെടണം നിയമം, സംവിധാനം, അധ്യാപകർ, മറ്റുള്ളവരെല്ലാം ക്യാമ്പസുകളിൽ? എങ്ങനെ ഇടപെടണം എന്നുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന കളമശ്ശേരി സംഭവത്തെക്കുറിച്ച് ആസ്പദമാക്കിയിട്ട് 2 വാക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പരസ്പരം പഴിചാരിയായിരുന്നു ആ ഒരു അവസരത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്ന പാർട്ടി അല്ലെങ്കിൽ KSUവിൽ നിന്നും പിടിച്ച് SFIയിൽ നിന്ന് പിടിച്ചവർ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയായിരുന്നു 2 രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ അവിടെ. ഇവിടെ ഇതിന് പകരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനെ പിടിച്ചാൽ പോലും അവരുടെ ടീമിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ പാർട്ടിയിൽ തന്നെയുള്ള ഒരാൾ വളരെ എളുപ്പത്തിൽ ഊരിക്കൊണ്ടുവരും എന്നിട്ടുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ട് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കായെങ്കിലും. ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളാണല്ലോ ഞാൻ എങ്ങനെ കേസ് പെട്ടുകയാണെങ്കിലും എനിക്ക് ഇറങ്ങി വരാനുള്ള ഒരു പഴുത് അവിടെ ഉണ്ട് എന്നുള്ളത്, ആ രാഷ്ട്രീയത്തെയാണ് അവർ മുറുകെ പിടിക്കുന്നുള്ളത്. അവിടെ രാഷ്ട്രീയവും ലഹരിയും യഥാർത്ഥത്തിൽ കൂടിക്കലരുകയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോക്കി കാണുമ്പോൾ മനസ്സിലാക്കും, ഓക്കെ, രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു കേസിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഊരി പോരാൻ പറ്റുമെന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയം മറക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ ഒരു ഇങ്ങനെ ലഹരിക്ക് ആസ്പദമായിട്ടുള്ള ഒരു കേസിൽ പിടിക്കുകയാണെങ്കിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ അവർക്ക് നിയമത്തിന്റെ ഏത് മുൻപിൽ വരെ എത്തിപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ അവരെ ഏതൊരു അവസ്ഥ വരെ ശിക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഒരിക്കലും അദ്ദേഹത്തെ അല്ലെങ്കിൽ ആരെയാണോ പിടിക്കുന്നത് അയാളെ തിരിച്ച് വളരെ എളുപ്പമായിട്ട് ഊരിക്കൊണ്ടുവരികയല്ല ശരിക്കും ആ കേസിൽ നിന്നും വേണ്ടത്. പകരം എൻ്റെ പാർട്ടിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം ആ രാഷ്ട്രീയ പ്രവർത്തകർക്കും ആ രാഷ്ട്രീയ പാർട്ടിക്കും തീർച്ചയായിട്ടും ഒരു ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലുള്ളത് പിടിക്കപ്പെടുകയാണെങ്കിൽ പോലും കോളേജുകളിൽ ഇപ്പോൾ കാണുന്നത് വളരെ വലിയൊരു രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ പാർട്ടി ഒരു കേസിൽ പിടിക്കുകയാണെങ്കിൽ ഇന്ന വ്യക്തി പിടിച്ചു, ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തി പിടിച്ചു എന്നല്ല, ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തിക്ക് ഉണ്ടായി എന്നല്ല പറയുന്നത്, മറിച്ച് ഇന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇന്ന കേസിലായിട്ട് പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പകരം അവിടെയും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തിനെ കൂടിക്കലർത്തിക്കൊണ്ട് ലഹരി രാഷ്ട്രീയത്തിലേക്ക് കൂടിക്കലർത്തിക്കൊണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയൊരു പിടി പൊറുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്നും ഇറങ്ങി പോരാതിരിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, അധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാമൂഹികമായ ഇടപെടലുകൾ ഒരു പരിധിവരെ നമ്മൾ ഈ ലഹരിയെ കുറക്കുന്നതാണ്. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹികപരമായിട്ട് ഇടപെടുക എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ലഹരിയിൽ നിന്നും മുക്തമായി ഞാൻ നിൽക്കണമെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് കമ്പനി ആവണം എന്നുള്ളത് യോജിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കി കൊടുക്കേണ്ടത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഒരുപാട് സമയം കൂടി വളരെ ചുരുക്കമാണ്, 2 അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡോക്ടർ എൻ നൗഫൽ, ഇതിപ്പോ എല്ലാവർക്കും എന്തു ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ചൊക്കെ നമ്മൾ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട്. ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിലൊരു ക്യാമ്പസിൽ കൃത്യമായി അങ്ങനെ ഒരു ലഹരി ഉപയോഗം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അധ്യാപകരുടെ അടക്കം പരാതി ഉണ്ടാകുകയും ഡാൻസ് ഓഫ് സംഘം അവിടെ വരികയും മുഴുവൻ വീഡിയോ ചിത്രീകരിക്കുകയും ഇത് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. ഇതൊരു പേടി ഉണ്ടാക്കും. ലഹരിയുടെ ഉപയോഗം ജീവിതത്തെയും ആരോഗ്യത്തെയും കരിയറിനെയും ഭാവിയും ഒക്കെ തകർത്ത് കളയുമെന്നൊരു പേടിയും തിരിച്ചറിവും ഉണ്ടാകുമോ ഇത്തരം നടപടികളിലൂടെ?
ഉറപ്പായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോൾ കവി അയ്യപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. കവി അയ്യപ്പൻ വലിയ കള്ളുകൂടിയനായിരുന്നു, പക്ഷേ കള്ളുകുടിച്ചിട്ട് ഒരു വരി പോലും സർഗാത്മകമായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എന്ന് കവി അയ്യപ്പൻ പറയുന്നുണ്ട്. അപ്പോൾ മാതൃകയാക്കാനാകാത്ത ജീവിതങ്ങളാണ് ലഹരി ഉപയോഗിച്ചവരുടെ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകണം. അതോടൊപ്പം ഞാൻ ഈ സ്റ്റേറ്റിന്, പോലീസിന്, എക്സൈസിനൊക്കെ വലിയ റോളുള്ളപ്പോൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചു, അയാളെ ലഹരി വസ്തുവുമായിട്ട് പിടിച്ചു, എങ്ങനെയാണ് നമ്മൾ അയാളെ ഡീൽ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അയാളെ ഒരു ജീവിതകാലം മുഴുവൻ അയാൾ ഒരു ക്രിമിനലാണെന്നും ഒരു ക്രിമിനൽ മൈൻഡാണ് അയാൾക്കുള്ളതെന്നും സ്ഥാപിച്ച് അയാളെ സമൂഹത്തിന് പുറത്താക്കുകയാണോ വേണ്ടത്? നമ്മൾ ഏത് നിലയാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ പൊസിഷൻ എന്താണ്? അഥവാ വീട്ടിൽ ലഹരി വസ്തു പിടിക്കുന്ന ഒരു കുട്ടിയെ സ്കൂളിൽ, ഹൈസ്കൂൾ മുതലേ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. സ്കൂളിൽ ലഹരി വസ്തു പിടിക്കുന്ന ഒരു കുട്ടിയോട് ടീച്ചർ എന്ത് നിലപാടായിരിക്കും? ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരു സഹപാഠി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ അനിയൻ മയ്യനാട് സ്കൂളിൽ പഠിക്കുന്നു, വളരെ ലഹരിയുടെ പേര് വിട്ടൊരു സ്കൂളാണത്. ലഹരി ഉപയോഗിക്കുന്നു. എൻ്റെ അടുത്തൊരു സഹായം തേടി ഞാൻ അന്ന് ACP ആയിരുന്ന കൃഷ്ണകുമാർ സാറിനെ വിളിച്ചു. ഇപ്പോൾ സാറ് ഈ കേസ് ട്രേസ് ചെയ്ത് പിടിച്ച ഉടനെ ഈ കുട്ടി കരച്ചിൽ നിലവിളിയായത് എൻ്റെ അനിയൻ്റെ പേര് മോശമാകും, അതുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ എനിക്ക് വളരെ മാതൃകാപരമായിട്ട് തോന്നിയത് നമ്മുടെ NDAയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മകനെ ലഹരിയായിട്ട് പിടിച്ചപ്പോൾ അയാൾ പൊതുസമൂഹത്തിൽ പറഞ്ഞു, എൻ്റെ മകൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ അയാളെ കുറ്റവാളിയാക്കുകയല്ല, അയാളെ എഴുതിത്തള്ളുകയല്ല, അയാളെ ഉപേക്ഷിക്കുകയല്ല, പക്ഷെ അവൻ ചെയ്ത് തെറ്റാണെന്ന് അക്ലെയിം ചെയ്യാനുള്ളൊരു ബാധ്യത അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സഹപാഠിയാണെങ്കിലും സ്കൂളിലെ ടീച്ചറാണെങ്കിലും അവർക്കുണ്ട്. അതിൻ്റെ അർത്ഥം കുട്ടിയെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, കുട്ടിയെ സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്തുക എന്നുള്ളതല്ല. കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ, ഏറ്റവും ഇപ്പോൾ പഞ്ചാബിലൊക്കെ ലഹരിയുടെ വേട്ട തുടരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്താണ്? അവർ വലിയ രീതിയിൽ അഡിക്ഷൻ ഫെസിലിറ്റീസിനെ ഡീഅഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, ഡീഅഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് നന്നായിട്ട് കഴിയുന്നു. ലഹരി ഉപയോഗിക്കുന്ന ഒരാളൊരു മോശം വ്യക്തിയാണ് എന്നുള്ളത് തീർപ്പാണ്, പക്ഷേ അത് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ലഹരി ഉപയോഗിച്ച ആളുകളൊക്കെ എവിടെയാണ് പോകുന്നത്? സ്കൂളിലോ കോളേജിലോ ലഹരി ഉപയോഗിച്ച ആളുകളൊക്കെ പിന്നീട് എവിടെയാണ് പോകുന്നത്? നമ്മൾ എൻ്റെ ഒരു വലിയൊരു വിമർശനം ഈ ലഹരിയുടെ സംബന്ധമായ ഒരു പഠനവും നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിൽ കോളേജിൽ ലഹരി ഉപയോഗിച്ച കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട്, അവരുടെ അക്കാദമിക ജീവിതവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്, അവരുണ്ടാക്കിയ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്, അവരുടെ കുടുംബം ശിഥിലമായതുമായി ബന്ധപ്പെട്ട്, അവരുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് ഒരു പഠനങ്ങളും നമ്മൾ നടത്തില്ല. നമ്മുടെ ഡേറ്റ ഇല്ല. നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ എക്സൈസ്, പോലീസ് ഇടപെടുന്നു, സ്റ്റേറ്റ് ഇടപെടുന്നു, കുടുംബം, രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഇടപെടുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ഡേറ്റ ഇല്ല എന്നുള്ളത് വലിയൊരു പരിമിതിയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ മുഴുവൻ കുട്ടികളും മോശമാണ് എന്നുള്ള, എൻ്റെ മുന്നേ വരുന്ന ആളുകളുടെ, പിന്നാലെ വരുന്ന ആളുകളുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ കാലം മാത്രമല്ല സുവർണം, ഇപ്പോഴത്തെ കുട്ടികളും മിടുക്കരാണ്, അവരെല്ലാം മോശമല്ല. അവർക്ക് ഏറ്റവും മികച്ച ജെൻഡർ ബോധമുണ്ട്. എൻ്റെയോ നമ്മുടെ മുന്നേ ഉള്ള തലമുറയ്ക്ക് ഉണ്ടായിരുന്നതിൻ്റെ 100-1 ദളിത് വിരുദ്ധതയോ ഹോമോസെക്ഷൽ വിരുദ്ധതയോ ട്രാൻസ്ജെൻഡർ വിരുദ്ധതയോ ഇല്ലാത്ത കുട്ടികളാണ് അവർ. മിടുക്കരായ കുട്ടികളാണ്. അവരുടെ മുഴുവൻ പ്രതിഭയോടും കൂടി വഴിതെറ്റി പോകുന്ന ഒരു അനുഭവം ഉണ്ടായാൽ അവരെ തിരിച്ചു പിടിക്കാനുള്ളൊരു സോഷ്യൽ സംവിധാനവും സ്റ്റേറ്റ് സംവിധാനവും എല്ലാവരും പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ക്രൈമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി അടക്കം പുറത്തുവിടരുത് എന്നത് നിയമപരമായ കാര്യമാണ്. പക്ഷേ ഇത് പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ 18 വയസ്സിന് അപ്പുറത്തേക്ക് 19, 20, 21 വയസ്സാണെങ്കിലും തിരുത്താനുള്ള ഒരു സാധ്യത പറയുന്നത് പോലെ ഒരു തവണ ഒരു കള്ളം ചെയ്ത് പിടിക്കപ്പെടുന്നവൻ പിന്നീട് എല്ലാ കാലവും കള്ളനായിരിക്കും എന്ന നിലയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു. അതെ, ഒറ്റ കാര്യം കൂടെ. ഞാൻ കൊല്ലത്തുള്ള ഒരു പ്രധാനപ്പെട്ട കോളേജിൽ ഒരു അധ്യാപകനോട് ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അധ്യാപകൻ എന്നോട് പറഞ്ഞത്, ഈ കുഞ്ഞ് 4 പഠിക്കുമ്പോൾ 4-5 പഠിക്കുമ്പോൾ നല്ല തടിയും കുടവയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ 4-5 പഠിക്കുന്ന കാലത്ത് ഈ കുഞ്ഞിനെ രാവിലെ മുഖത്ത് വെള്ളം ഒഴിച്ച് 4 മണിയാകുമ്പോൾ ഓടാൻ വിടും. ഓടാൻ പോയില്ലെങ്കിൽ അടിയും ബഹളമാണ്, പരിഹാസമാണ്, തടിയെന്ന് വിളിച്ച് കളിയാക്കലാണ്. അപ്പോൾ വളർന്നു വന്ന കുഞ്ഞ് ഒരു ആന്റി സോഷ്യൽ മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതിന്റെ കാരണം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൂടിയാണ്. പിതാക്കൾക്കടക്കം അതിന് പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ക്രിമിനലും ക്രിമിനലായി ജനിക്കുന്നില്ല. നമ്മുടെയൊക്കെ വളരെ നിർദോഷകരമെന്ന് നമ്മൾ വിചാരിക്കുന്ന തമാശകളും ക്രൂരമായ തമാശകളെന്ന് വിളിക്കാൻ പാടില്ല, ക്രൂരമായ തമാശകളൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. തിരുത്താനുള്ളൊരു അവസരം എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനവുമാണ്. അത് എല്ലാവരും സ്വയം വിമർശനാത്മകമായി കാണേണ്ടതാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. ശ്രീ ദാമോദർ പ്രസാദ്, ഇതിപ്പോ വിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി എന്നൊന്നുണ്ടോ? കാരണം അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് കൊണ്ട്.
മാധു, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാമ്പസ് മാത്രമായിട്ട് ലഹരി മുക്തമാകാൻ പോകുന്നില്ല. ഈ ക്യാമ്പസിൽ നമ്മൾ ഇത് റെയ്ഡ് ചെയ്ത് പിടിച്ചു എന്നത് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ക്യാമ്പസിനകത്ത് ഉൽപ്പാദിപ്പിച്ചത് എല്ലാവർക്കും അറിയാം. ഇത് പുറത്തുനിന്ന് വരികയാണ്. ഈ പുറത്തുനിന്ന് വരുന്നത് വലിയൊരു മാഫിയ സംഘം ഇതായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് മലയാളികളാണോ കേരളീയരാണോ അതിൻ്റെ പുറത്ത് വലിയ സംഘമാണോ? ഇത് നേരത്തെ നമ്മുടെ പോലീസ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വലിയ സാമ്പത്തിക താല്പര്യമുണ്ട്. അതിന് രാഷ്ട്രീയ പ്രൊട്ടക്ഷൻ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കുറ്റം പറയാതിരിക്കും, രാഷ്ട്രീയ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള പിന്തുണ ഉണ്ടായിരിക്കാം. എൻ്റെ ക്യാമ്പസ് മാത്രമായിട്ട് ഒരു കാലത്തും ഇത് നിർമുക്തമാവില്ല. അപ്പോൾ ക്യാമ്പസിലേക്ക് ഇത് എത്തുന്നത് മറ്റ് സ്രോതസ്സുകൾ. അപ്പോൾ ക്യാമ്പസിനെ ദുരുപയോഗപ്പെടുത്താനും ക്യാമ്പസ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആസൂത്രിതമായിട്ടൊരു പദ്ധതി ഇതിൻ്റെ അകത്തുണ്ട്. ആസൂത്രണം എന്ന് ഞാൻ പറയുന്നത് വളരെ ബോധപൂർവ്വം ഒരു മാഫിയയുടെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് തടയാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ ക്യാമ്പസ് റെയ്ഡ് ചെയ്യുന്നത് വാർത്തയാവുന്നു, വിദ്യാർത്ഥികൾക്ക് കുറ്റക്കാരും വിദ്യാർത്ഥി സമൂഹത്തെ നമ്മളെ കുറിച്ച് അപലപിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് പ്രശ്നമാണെന്ന് പറയുന്നു, നമ്മൾ വിശദമായി ചർച്ച നടത്തുന്നു, വിദ്യാർത്ഥികൾ നന്നാക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ച് പറയുന്നു. പക്ഷേ അതുകൊണ്ട് തീരുന്നതല്ല കാര്യം. ക്യാമ്പസിലല്ലാതെ നിർമ്മിക്കപ്പെടുന്നത് ക്യാമ്പസിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ക്യാമ്പസിൽ എത്തിച്ചേരുന്നതിന് പിന്നിൽ വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് കേരളീയ കേരളത്തിനകത്ത് മാത്രം നടക്കില്ല, വലിയ സംവിധാനം. അതിനെ ചെറുക്കാനാണ്. അവിടെയാണ് ലോ ആൻഡ് ഓർഡർ. അല്ലാണ്ട് ക്യാമ്പസിനകത്ത് കയറി റെയ്ഡ് ചെയ്ത് ഈ ഡാൻസ് ഓഫ് ഒക്കെ കാണിക്കുന്ന ഞങ്ങളെന്തോ വലിയ സംഭവം കാണിച്ചു എന്നുള്ള വിഷ്വൽസ് ഒന്നും അത്ര സ്വീകാര്യമായിട്ട് എനിക്ക് തോന്നില്ല. അത്ര ഈ റെയ്ഡ് നടത്തിയിട്ട് ഭയങ്കര സംഭവം നടത്തി. ഞാൻ പറഞ്ഞത് അത് മോശമാക്കാൻ വേണ്ടി പറയല്ല, അതൊന്നല്ല അതിൻ്റെ അകത്ത് കാര്യം. പുറത്താണ് നടക്കുന്നത്, അവർക്കും അറിയാം. ഒരുപക്ഷെ അവർക്കും ഭയം ഉണ്ടായിരിക്കും. കാര്യം എന്തും ചെയ്യാൻ കെൽപ്പുള്ളവർ, ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു SP കൊല്ലാൻ ശ്രമിച്ചു, എന്തും ചെയ്യാൻ കേൾപ്പുള്ള ആയിട്ടുള്ള ആൾക്കാരും എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരും രാഷ്ട്രീയ സംരക്ഷണം വലിയ ഇതുപോലെ മാഫിയ ഈ ക്യാമ്പസിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കുറ്റക്കാർ. അവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റാത്തോളം കാലം നമ്മുടെ വിലാപങ്ങൾ, നമ്മുടെ ഇതുപോലെ കുറിച്ച് നമ്മൾ നടത്തുന്ന ഇതുപോലെ സങ്കടങ്ങൾ, നമ്മുടെ പരിദേവനങ്ങൾ, കുട്ടികളെ നന്നാക്കാൻ ബോധവൽക്കരണ ഒരു പ്രസക്തിയുമില്ല. കുട്ടികൾ ഒറ്റയ്ക്കൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, അവരല്ല. അപ്പോൾ അവരിലേക്ക് എത്താനും അവരിലേക്ക് എത്തിക്കാനും അവരെ ഉപയോഗിക്കാനും നടക്കുന്ന വലിയ സംവിധാനമുണ്ട്. ആ സംവിധാനം നടത്തുന്ന ആരാണെന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ കൃത്യമായിട്ട് ഏറെക്കുറെ അറിയണം. പക്ഷേ അവർക്കും അപ്പുറമാണ് ഇതിൻ്റെ അകത്ത് സംഭവം. അതിനെ തടയാനുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചർച്ച ഇവിടെ കൊണ്ട് തീരില്ല. അത് ആവർത്തിക്കും ചർച്ച. കുട്ടികളെ മാത്രമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ക്യാമ്പസിലല്ലാതെ നിർമ്മിക്കുന്ന, ക്യാമ്പസിൽ മാത്രമായിട്ട് സംഭവിക്കുന്നില്ല. ലോകമെമ്പാടും ആഴത്തിൽ വേരുപിടിച്ച ലഹരി മാഫിയ നമ്മുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലടക്കം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലടക്കം നിരന്തരം നടക്കുന്ന വേട്ടകൾ, റെയ്ഡുകൾ, ഈ കണ്ടെത്തലുകൾ, കുറ്റകൃത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിടിയിലാക്കുന്ന ക്രിമിനലുകൾ, ഈ പറയുന്ന സംവിധാനമാകെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന നമ്മുടെ പുതിയ തലമുറ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. നമ്മുടെ മുന്നിലേക്ക് കളമശ്ശേരി കോളേജിലെ സംഭവ വികാസം ഒരു വലിയ കാര്യമായി വരുമ്പോൾ അതിനപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊളിറ്റിക്കൽ പോർവിളികൾക്കപ്പുറത്ത് നമുക്കൊരു ജാഗ്രത കൂടി വേണം എന്നൊരു തിരിച്ചറിവ് കൂടി സമൂഹത്തിന് വേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യർക്കും ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത വെച്ചു പുലർത്താൻ ആവശ്യമായ പ്രതിരോധ മനോഭാവം ഇതിൽ വേണം എന്നുള്ളൊരു അഭ്യർത്ഥനയായി കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.